ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമീസ് ടേസ്റ്റി കിച്ചൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു സീക്രട്ട് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല മഴയൊക്കെയാണ്, അപ്പം നമുക്ക് ചെയ്ത് കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയൊരു സ്നാക്കാണ്. ഞാനൊരു ഏത്തപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തൊരു പാനിലേക്ക് ഇട്ടു. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് 1/2 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് നേരെ അടുപ്പിലോട്ട് വെക്കണം. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 3-4 ഏലക്ക കൂടി ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏലക്കയുടെ പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഏകദേശം ഒരു 1-2 മിനിറ്റോളം ഒന്ന് തിളപ്പിക്കുക. അപ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും. വെന്തതിന് ശേഷം നമുക്കിത് ഇതുപോലെ ഒന്ന് മാഷ് ചെയ്തെടുക്കാം. ഇങ്ങനെ പൊട്ടാറ്റോ മാഷർ ഇല്ലെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ട് മാഷ് ചെയ്യാം കേട്ടോ. ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇത് നേരെ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടും എടുക്കാം. അപ്പോൾ ഇതിപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് നേരെ ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. പിന്നെ നമ്മുടെ ഏത്തപ്പഴത്തിൻ്റെയൊക്കെ സൈസ് അനുസരിച്ചിട്ട് ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന മാവിൽ വ്യത്യാസം വരാം. അത് കുഴപ്പമൊന്നുമില്ല, ഞാൻ അത് പറഞ്ഞു തരാം എങ്ങനെയാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇനിയിപ്പോൾ ചേർക്കാൻ പോകുന്നത് ഏകദേശം ഒരു 3/4 കപ്പോളം അരിമാവാണ്. അരിമാവ് നമുക്ക് കുറേശ്ശെയായിട്ട് ഇട്ടിട്ട് മെല്ലെ മെല്ലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. എല്ലാം കൂടിയിട്ട് ഒന്നിച്ച് ഇടണ്ട കേട്ടോ, എല്ലാം കൂടിയിട്ട് ഒന്നിച്ചിടണ്ട. അപ്പോൾ ഇതുപോലെ മെല്ലെ മെല്ലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. പിന്നെ നമ്മളിത് മിക്സ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഏത്തപ്പഴത്തിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് ചിലപ്പോൾ ഇൻഗ്രീഡിയൻസിൽ വ്യത്യാസം വരാം. അപ്പോൾ നിങ്ങൾ ആദ്യം കുറേശ്ശെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. നിങ്ങൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതങ്ങ് ലൂസ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഒരല്പം കൂടി മാവ് ഇതിലേക്ക് ചേർത്താൽ മതി. അഥവാ മിക്സ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഹാർഡായിട്ട് പോകുന്നെങ്കിൽ കുറച്ചുകൂടി വെള്ളം കുറച്ച് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ഡോ പോലെ റെഡിയാക്കിയിട്ട് എടുക്കുക കേട്ടോ. നമ്മൾ സാധാ ചപ്പാത്തിക്കൊക്കെ കുഴച്ച് എടുക്കുന്ന പോലത്തെയുള്ള ഒരു ഡോ വേണം നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. എനിക്കിപ്പോൾ കറക്റ്റ് പരുവായിട്ടാണ് കിട്ടിയത്. ഞാൻ ഇതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. ഇനി നമുക്കിത് നേരെ വെച്ചിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് വേണം ചെറിയ ചെറിയ ബോൾസ് ആക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ എടുത്തിട്ട് ബോൾസ് ആക്കി എടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ മാവെല്ലാം ഞാൻ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാൻ കുറച്ച് എള്ള എടുത്തിട്ടുണ്ട്. വെള്ള എള്ളാണ് എടുത്തിട്ടുള്ളത്. ഈ എള്ള് നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും, അല്ലെങ്കിൽ സാധാരണ പലചരക്ക് കടകളിലും കിട്ടുന്ന ഒന്നാണ് ഈ വെള്ള എള്ള്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഇതിൽ നിന്നും ഒരു ബോൾ എടുത്തിട്ട് ഇതുപോലെ കുറച്ച് വെള്ളം കയ്യിലൊന്ന് നനച്ചിട്ട് ഇതുപോലെ ഫുള്ളായിട്ട് കവർ ചെയ്യുക കേട്ടോ. വെള്ളം വെച്ച് ഫുള്ള് കവർ ചെയ്യുക, എന്നാലേ ഈ എള്ള് നല്ലതായിട്ട് ഇതിൽ പിടിച്ചിരിക്കത്തുള്ളൂ. അപ്പം ഞാൻ കുറേശ്ശെ വെള്ളം തൊട്ടിട്ട് ഈ ബോൾ ഫുള്ളായിട്ട് കവർ ചെയ്തു. എന്നിട്ട് നമുക്കിത് ഇതുപോലെ ഇട്ടിട്ട് ഫുള്ളായിട്ടൊന്ന് ഈ എള്ള് വെച്ചിട്ട് കവർ ചെയ്തെടുക്കുക. വെള്ളം നന്നായിട്ട് ഇതിൽ ബോൾസിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നന്നായിട്ട് എടുക്കാൻ പറ്റൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഒരു കാര്യം കൂടി, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണേ. താഴെ ഒരു ലൈക്ക് ബട്ടൺ ഉണ്ട്, അപ്പോൾ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. പിന്നെ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരുന്ന ബെല്ലൈക്കൺ മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക കേട്ടോ. എന്നാലേ ഞാൻ ഇതുപോലെ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതൊരു നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇത് ഫുള്ളായിട്ട് കവർ ചെയ്തു കണ്ടോ. നമ്മൾ ആ വെള്ളം നനച്ചതുകൊണ്ടാണ് ഇങ്ങനെ നന്നായിട്ട് വന്നത്. ഇനി നമുക്ക് അടുപ്പിൽ ഒരു പാൻ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ ചിലർ പെട്ടെന്നങ്ങ് വറുക്കാൻ വേണ്ടിയിട്ട് തീ കൂട്ടി വെച്ചിട്ട് പെട്ടെന്നങ്ങ് വറുത്തെടുക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് നമുക്ക് ഈ ബോൾസ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് നമുക്ക് ഫ്രൈ ചെയ്താൽ മതി. ഒരുപാട് എന്താ പറയുക, പെട്ടെന്നങ്ങ് എടുക്കാൻ പാടില്ല. കുറച്ച് നേരം ഒരു ടൈം എടുത്ത് തന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്യുക കേട്ടോ. നമ്മൾ ഇട്ടതിനെക്കാട്ടിൽ കുറച്ചുകൂടി ഇത് പൊങ്ങി വരും. അപ്പോൾ കുറച്ച് സമയം എടുത്ത് തന്നെ ഇത് നന്നായിട്ട് നല്ലൊരു ഗോൾഡൻ ഷെയ്ഡിൽ വരുന്നവരെ ഫ്രൈ ചെയ്യുക. തീ കൂട്ടി വെച്ചിട്ട് പെട്ടെന്ന് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. അങ്ങനെ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇതിൻ്റെ ഉള്ളൊന്നും വേവാതിരിക്കും. അതുകൊണ്ടാണ് കേട്ടോ. ഞാനിപ്പോൾ കുറേ ടൈം എടുത്തിട്ടാണ് ഇതിപ്പോൾ നല്ല ഗോൾഡൻ ഷെയ്ഡിൽ വന്നത്. ഞാൻ തീ കുറച്ചിട്ടിട്ട് തന്നെ കേട്ടോ ഇത് ചെയ്തിട്ട്. ഇടയ്ക്ക് നമുക്ക് തീ കുറച്ചും കൂട്ടിയൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ ഈ സ്നാക്ക് ഫുള്ളായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നല്ല മഴക്കാലമാണ്, നമുക്ക് ഈവനിങ്ങിനൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയ അടിപൊളി ഒരു സ്നാക്കാണ്. ഹെൽത്തിയാണ്, ഒരുപാട് ഇൻഗ്രീഡിയൻ്റ് ഒന്നുമില്ല, വളരെ കുറച്ച് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻറ്റ് വെച്ച് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു സ്നാക്കാണ്. നല്ല സൂപ്പർ ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്താൽ മാത്രം പോരാ, നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള സീക്രട്ട് റെസിപ്പി ഇനിയും നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ അതുകൂടി ഒന്ന് എന്നെ അറിയിക്കുക കേട്ടോ. താഴെ കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു റെസിപ്പി വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.